KCYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കത്തോലിക്ക യുവജന മതബോധന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള യുക്യാറ്റ് എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവേ, അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. അതോടൊപ്പം പിതാവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളുടെ സംശയങ്ങൾ നിവാരണം നടത്തുന്നതിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നത് വായാട്ടുപറമ്പ് ഫൊറോനയിലെ പ്രഗത്ഭരായ യുവജനങ്ങളാണ്. പ്രിയ യുവജനങ്ങളെ, നിങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പറ്റിയുള്ള ചർച്ചകളാണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുക. പിതാവേ, നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? നീയാണ് പിതാവേ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. നീയ ചോദ്യം ചോദിക്കുക. അഭിയുന്ന പിതാവേ, എൻ്റെ പേര് നിയ. എൻ്റെ ചോദ്യം ഇതാണ്: ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് നാം ഏറെ കേട്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇങ്ങൊരു രണ്ടാം വരവുണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കുമെന്നും എങ്ങനെയായിരിക്കും വിശദീകരിച്ചു തരാമോ? യെസ്, നിയായുടെ ചോദ്യം ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു രണ്ടാം വരവ് ഉണ്ടെങ്കിൽ എന്നാണ് നിയ പറഞ്ഞതല്ലേ. അതായത് ഇങ്ങനെ ഒരു വരവുണ്ടോ എന്ന് നിയായിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ യുവജനങ്ങൾക്ക് പൊതുവേ ഈ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഈശോ രണ്ടാമത് വരുവോ എന്നൊരു സംശയമുണ്ട് അല്ലേ. അപ്രകാരം ഈശോ രണ്ടാമത് വരുവോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ഏദെൻ തോട്ടത്തിൽ ഈശോയുടെ ആഗമനത്തെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഈശോ വരാൻ കുറേ വൈകി. ആളുകൾ വിചാരിച്ച് ഇനി മിശിഹ വരാനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചു. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈശോ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ചു. അപ്പോൾ ഈശോയുടെ ആ ഒന്നാം വരവിനെ കുറിച്ചും ഇതുപോലെ സംശയം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈശോ വന്നു, ഇല്ലേ? വന്നില്ലേ നിയ? അങ്ങനെയെങ്കിൽ ഈ രണ്ടാം വരവിനെ കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഈശോ വരും. വരുന്ന സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് ദൈവം നിശ്ചയിക്കുന്ന സമയത്തിൻ്റെ പൂർണ്ണതയിലാണ്. പെട്ടെന്ന് വരണമെന്നാണ് ഈശോ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളാരും മാനസാന്തരപ്പെടുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നു, ഇല്ലേ? ഇപ്പോൾ ഈശോ വന്നാൽ നമ്മുടെ കാര്യം പോക്കായിരിക്കും. അതുകൊണ്ട് നമ്മളോട് നന്നായ ശേഷം വരാൻ വേണ്ടി ഈശോ കരുണയോടെ കാത്തിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ശരിയായ കാഴ്ചപ്പാട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദിമസഭയിൽ ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈശോ ഉടൻ വരും എന്ന് വിചാരിച്ച് അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപിറക്കി പങ്കുവെച്ചൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കുറേ നാളായിട്ട് ഈശോ വരുന്നില്ല. വിറ്റ കാശൊക്കെ തീർന്നു. ഇനി എന്നാ ചെയ്യും? അങ്ങനെ ഒരു ആശങ്ക ആദിമസഭയിലും ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനാണ് അതിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. ഈശോ വരുന്നുണ്ട്. ഈശോയുടെ രണ്ടാം വരവ് സത്യത്തിൽ എല്ലാ ദിവസവും സംഭവിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ അൾത്താരയിൽ ഈശോ വീണ്ടും വരുന്നുണ്ട്. നമ്മളെ തേടി, നമ്മളെ കാണാൻ, നമ്മുടെ സങ്കടങ്ങൾക്ക് ഉത്തരം തരാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർത്താവ് വരുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലെ ഓരോ ദിനത്തിലുമുള്ള ഈശോയുടെ ആഗമനം എന്നത് അവിടുത്തെ രണ്ടാം വരവ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും സുനിശ്ചിതമായ സൂചനയാണ് എന്ന് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ നിയമ ജനതയുടെ പ്രാർത്ഥന തന്നെ അതായിരുന്നു. മാറാനാത്ത, കർത്താവേ വന്നാലും എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തേയില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം ഉത്തരം കൊടുത്തു. ദൈവം ഉത്തരം കൊടുക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ അൾത്താരയിൽ ഓരോ ദിനവും ആഗമിക്കുന്ന ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വർഗം ഉത്തരം തരുന്നത്. അതുകൊണ്ട് ഈശോയുടെ രണ്ടാം വരവ് സത്യമായും ഉണ്ട് എന്ന് നിയ വിശ്വസിക്കണം. എന്ന് മാത്രമല്ല,
ഈ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഈശോയുടെ രണ്ടാം വരവ് എപ്പോൾ സംഭവിച്ചാലും ആ സമയത്ത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിനും പണ്ടേ നമ്മൾ മരിച്ചുപോയി എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും കർത്താവിനോടൊത്താണോ അല്ലയോ? അതാണ് പരമപ്രധാനമായ ചോദ്യം. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോടൊത്താണ് ജീവിച്ചിരുന്നത് എങ്കിൽ അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത് എങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈശോയുടെ രണ്ടാം വരവിൻ്റെ സമയത്ത് നമ്മൾ കുറേ പേര് ജീവനോടെ ഉണ്ടായിരിക്കാം, അല്ലേ? നമ്മളുണ്ടായിരിക്കണമെന്നില്ല. ഈശോ വരുന്ന സമയത്ത് കുറേ ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടാകും. അവരും അതിനു മുമ്പ് മരിച്ചുപോയ എല്ലാവരും രൂപാന്തരപ്പെടും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ആ രൂപാന്തരീകരണത്തിൻ്റെ സമയത്താണ് നാം എല്ലാവരും ഏകീഭവിക്കുന്നത്, എല്ലാവരും കർത്താവിൽ ആയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈശോ വരുമോ എന്നുള്ള ആശങ്ക വേണ്ട, സത്യമായും അവിടുന്ന് വരും. ഇനി വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിനോടൊത്ത് ജീവിക്കുക, കർത്താവിൻ്റെ ശരീരമായ തിരുസഭയോട് ചേർന്ന് ജീവിക്കുക, തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്ന സഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, പരസ്നേഹത്തിൽ വളരുക. ഇതൊക്കെയാണ് ഈ രണ്ടാം വരവിന് വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പലപ്പോഴും ഈ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ചിന്തകളിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ലീസ്റ്റ് കൺസേൺഡ് ആണ്, നമ്മൾ ഒട്ടും ചിന്തിക്കുന്നേ ഇല്ല. അതേസമയം ഈശോ വരുന്ന സമയം എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ച് അപാര വ്യഗ്രതയാണ്, അല്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോ വരുന്ന സമയത്തെക്കുറിച്ചല്ല, മറിച്ച് നാം ചിന്തിക്കേണ്ടത് ഈശോ വരുമ്പോൾ അവൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ സ്വീകാര്യനായി തീരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. കർത്താവ് വരുമ്പോൾ അവിടുത്തെ വിധിയാളനായ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഞാൻ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം, ചർച്ച ചെയ്യേണ്ട വിഷയം. അത് ഗൗരവമായി നമ്മൾ എടുക്കണം. നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാറേ ഇല്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ? ഈശോ എപ്പോഴാണ് വരുന്നത്? ആകാശത്ത് വല്ലതും അനക്കം കാണുന്നുണ്ടോ? ഈശോ വരുന്നുണ്ടോ? വല്ലയിടത്തും കുരിശ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചില നോട്ടങ്ങളുമായിട്ട് നമ്മൾ ലോകാവസാനത്തിന് വേണ്ടി ചിന്തിക്കുന്നു. അല്ല, ലോകാവസാനത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരുക്കം നമ്മുടെ മാനസാന്തരമാണ്. അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. ജെറാർഡിന് ഇതുമായി ബന്ധപ്പെട്ടാ ചോദിക്കാൻ. പിതാവ്, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു മറുചോദ്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഈശോയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ബൈബിളിലാണെങ്കിലും വ്യക്തമായിട്ടൊരു മറുപടി ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈശോയുടെ ഈ രണ്ടാമത്തെ വരവ് ഇത്ര നിഗൂഢമായി വെച്ചിരിക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കി തരാമോ? ഈശോയുടെ രണ്ടാം വരവ് നിഗൂഢമായി വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ അന്ത്യകാര്യങ്ങളെക്കുറിച്ച് ദൈവം എപ്പോഴും ഒരു നിഗൂഢത സൂക്ഷിക്കുന്നുണ്ട്, ഇല്ലേ? എപ്പോഴാണ് ജെറാർഡ് മരിക്കുന്നത് എന്ന് കൃത്യം അറിഞ്ഞായിരുന്നെങ്കിൽ ജെറാർഡ് പേടിച്ച് ഇപ്പോൾ തന്നെ മരിച്ചു പോയാണ്. അത് ശരിയായിരിക്കും, അല്ലേ? അതായത് അത് ദൈവത്തിൻ്റെ ഒരു കരുതലാണ്, ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. നാം എല്ലാവരും മരിക്കും എന്നുള്ള കാര്യം സത്യമാണ്. മരിക്കുകയാലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല. പക്ഷെ എപ്പോഴാണ് മരിക്കുന്നത്, ആരാണ് ആദ്യം മരിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയത്തില്ല. ഇന്ന ദിവസം കൃത്യം 2024 ഓഗസ്റ്റ് 17 ഇന്നയാൾ മരിക്കും എന്നറിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എത്രയോ ദുസ്സഹമായിത്തീരും, ഇല്ലേ? അല്ലെങ്കിൽ അത്രമേൽ വിശുദ്ധന്മാരൊക്കെ മുൻകൂട്ടി അവരുടെ മരണം അറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അത് പുണ്യപൂർണതയുള്ള മനുഷ്യർക്ക് അവരുടെ മരണത്തെക്കുറിച്ച് ആശങ്കയില്ല. അല്ലാത്ത സാധാരണ മനുഷ്യർ അവരുടെ മരണത്തിൻ്റെ ദിവസം കൃത്യമായി പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഓഗസ്റ്റ് 17 വരെ ഒന്നും ജീവിച്ചിരിക്കണമെന്നില്ല. 2-3 ദിവസത്തിനുള്ളിൽ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. ഇതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് എന്തുകൊണ്ട് യുഗാന്ത്യത്തിൻ്റെ ദിവസം കർത്താവ് രഹസ്യമായി വെച്ചു എന്ന് ചോദിച്ചാൽ,
യുഗാന്ത്യത്തെക്കുറിച്ച് മാത്രമല്ല അന്ത്യവുമായി ബന്ധപ്പെട്ട എല്ലാ നിത്യസത്യങ്ങളെയും കുറിച്ച് ദൈവം ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തിരുവചനം എപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യഗ്രത പാടില്ല. വരുമ്പോൾ ആരൊക്കെ ഇവിടെ ഉണ്ടാകും? ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു ഈ വ്യഗ്രത, അല്ലേ? അപ്പോൾ ഈശോ പറഞ്ഞെന്നായി? പത്രോസ്ലീഹ ചോദിച്ചു, ഈശോയെ നീ വരുമ്പോൾ ഈ യോഹന്നാൻ അവൻ ജീവിച്ചിരിപ്പുണ്ടാവും, അവൻ ഉണ്ടേലും ഇല്ലേലും നിനക്കെന്നാ കാര്യം, നിന്റെ വിഷയമല്ലല്ലോ അത് എന്ന് ചോദിച്ച് ഈശോ പത്രോസിനോട് കഠിനമായി സംസാരിക്കുന്നു. എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, തെക്കൻ കാറ്റടിക്കുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വിവേചിക്കാൻ പറ്റും, അല്ലേ? മഴ പെയ്യും, വേനലാണ് വരാൻ പോകുന്നത്, ഇങ്ങനെ ആകാശം നോക്കി പ്രവചിക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. സത്യത്തിൽ അതുപോലെ നിങ്ങൾ പ്രവചിച്ചാൽ മതിയെന്നാണ് ഈശോ പറഞ്ഞത്. പക്ഷേ ഈശോ ചില സൂചനകൾ പറഞ്ഞു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോയുടെ വരവിന് മുൻപ് വലിയ തിന്മയുടെ ശക്തി പ്രബലപ്പെടും. എല്ലാ മനുഷ്യരും പാപത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന, പാപം ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത സാഹചര്യം സംജാതമാകുന്നു. പാപബോധം മനുഷ്യന് നഷ്ടപ്പെടുന്നു. ഏത് പാപവും ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ലാത്ത അവസ്ഥ വരുന്നു. പാപത്തിൻ്റെ വ്യാപനം അതൊരു ലക്ഷണമാണ്. 2, ഈശോയിൽ വിശ്വസിക്കുന്നവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അനുഭവം, അത് രണ്ടാമത്തെ ലക്ഷണമായിട്ട് കർത്താവ് പറഞ്ഞത്. ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷം ദൈവമായ കർത്താവ് കടന്നു വരികയും അവിടുന്ന് തിന്മയെ പരാജയപ്പെടുത്തുകയും തന്നിൽ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നവരെ നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ഈശോ ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞു. ലോകാവസാനത്തെക്കുറിച്ച് ബൈബിളിന് വ്യക്തതയില്ല എന്ന് ജെറാർഡ് ചിന്തിക്കേണ്ട. വ്യക്തതയുണ്ട്. ഈ അന്ധകാര ശക്തികൾ അല്ലെങ്കിൽ നിയമരാഹിത്യത്തിൻ്റെ ആത്മാവ് എന്നൊക്കെയാണ് അതിനെ വചനം വിളിക്കുന്നത്. അതിൻ്റെ ഒരു ഭരണകാലം വരും. നമ്മളിപ്പോൾ ചുറ്റും നോക്കിയാൽ ഏകദേശം അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഏത് തിന്മ ചെയ്യാനും മനുഷ്യനൊരു മടിയില്ല. കൂട്ടത്തിൽ പഠിക്കുന്ന സഹപാഠിയെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലാനും ഒരു മടിയില്ലാത്ത വിധത്തിൽ മനുഷ്യൻ്റെ ഇടയിലെ തിന്മ പെരുകി. നിങ്ങളും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? എന്തൊരു ക്രൂരതയാണ്! അപ്രകാരം അവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തിന്മ പെരുകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതായത് നാം അന്ത്യകാലത്തിലേക്ക് അടുത്തു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്. പാപം പെരുകി വരുന്നു. നമ്മുടെ കാർന്നോന്മാരുടെ തലമുറയിലേക്കാളും പാപം ഈ തലമുറയിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇല്ലേ? അത് സൂചിപ്പിക്കുന്നത് അന്ത്യകാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ പാപത്തിൻ്റെ പെരുകൽ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ജെറാർഡ് ഒരുപാട് കാലം ഇനി ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് വേഗം മാനസാന്തരപ്പെടുന്നതാണ് നല്ലത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അലനാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അലൻ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അലൻ എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്. ഈശോ ലോകം മുഴുവൻ്റെയും കർത്താവാണല്ലോ. ഈശോയെ കർത്താവായി സ്വീകരിക്കുവാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, അലൻ്റെ നല്ല ചോദ്യമാണ്. അലൻ എന്നാ ചെയ്യുന്നത് ഇപ്പം? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. എവിടെ? തളിപ്പറമ്പിൽ. യെസ്, എന്ത് വിഷയമാണ് പഠിക്കുന്നത്? BA എക്കണോമിക്സ്. BA എക്കണോമിക്സുകാരനാണ് അല്ലേ? യെസ്. ഈശോയുടെ രണ്ടാം വരവും എക്കണോമിക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അലൻ്റെ ചോദ്യം, അല്ലേ? അതായത് ഈശോ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഫലമെടുക്കാൻ നാം എങ്ങനെ ഒരുങ്ങിയിരിക്കണം, ഇതാണ് അലൻ്റെ ചോദ്യം, അല്ലേ? അതെ പിതാവേ. അതൊരു എക്കണോമിക്കലായ ചോദ്യമായതുകൊണ്ട് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കും. അതായത് ഈശോ രണ്ടാമത് വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണം. വരുന്ന സമയത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ആശങ്കകളും സംശയങ്ങളും ഉള്ളൂ. ഈശോ വരുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ
എല്ലാവരും അവൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്നു. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ നമ്മെ വേർതിരിക്കും എന്നാണ് വചനം പറയുന്നത്, അല്ലേ? നന്മയും തിന്മയും ചെയ്തവർ വേർതിരിക്കപ്പെടും. ഈ വേർതിരിവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തവർ കർത്താവിൻ്റെ പക്ഷത്തും തിന്മ ചെയ്തവർ സാത്താൻ്റെ പക്ഷത്തുമായി വേർതിരിക്കപ്പെടും. ഇതാണ് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ജീവിതത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുക. നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് തിരുസഭയോട് ചേർന്നുള്ള ജീവിതം. സഭയുടെ കൂദാശകൾ അനുസരിച്ച് ജീവിക്കും. മാമോദീസ സ്വീകരിച്ച് സത്യവിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന കൂദാശകൾ സ്വീകരിച്ച് പാപത്തെ പൊരുതി തോൽപ്പിക്കാൻ കരുത്തുള്ള വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് ജീവിതാന്തസ്സിൻ്റെ കൂദാശകളെ വിശ്വസ്തയോടെ ജീവിച്ച് നമുക്ക് ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങും. രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ദൈവവചനം ശരിയായ വിധത്തിൽ വായിക്കുക, പഠിക്കുക. കാരണം വചനത്തിൽ ഈ രണ്ടാം വരവിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള നിഗൂഢ രഹസ്യങ്ങൾ ആരംഭം മുതലേ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞ് ഈ യുഗാന്തത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ തിരുവചനം ശരിക്ക് പഠിക്കുക, വായിക്കുക, അത് രണ്ടാം വരവിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരുക്കമാണ്. വീണ്ടും മൂന്നാമതായി നമുക്ക് ചെയ്യാവുന്നത്, ഈ ഈശോ യുഗാന്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ഉപമയാണ് ഈ കോലാടുകളും ചെമ്മരിയാടുകളും തമ്മിൽ വേർതിരിക്കപ്പെടുന്നതിൻ്റെ ഉപമ. അവിടെ എന്നാ പറഞ്ഞ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു, പരദേശിയായിരുന്നു. നിങ്ങൾ എന്നെ വന്നോ, കണ്ടോ, ആശ്വസിപ്പിച്ചോ എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? അത് സൂചിപ്പിക്കുന്ന എന്താണ്? സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രരായ ഇല്ലായ്മയിൽ കഴിയുന്ന മനുഷ്യരോട് കരുതലും കാരുണ്യവും സ്നേഹവും കാണിക്കുന്നത് മിശിഹായുടെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കാനുള്ള ഏറ്റവും നല്ല ഒരുക്കമാണ്. അതുകൊണ്ട് ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് അത് ഫലദായകമാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിപ്രകാരം നമുക്ക് ഒരുങ്ങാൻ സാധിക്കും എന്നാണ് തിരുവചനം പറഞ്ഞത്. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി എപ്രകാരം നമ്മൾ ഒരുങ്ങണമെന്നാണ് പിതാവ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്. അലൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുക? മരിയയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. മരിയ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് മരിയ. എൻ്റെ ചോദ്യം ഇതാണ്. ലോകാവസാനത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളും മറ്റും എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള സൂചനകളെ പറ്റി ഒന്ന് വ്യക്തമാക്കി തരാമോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇതിനോടകം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലോകാവസാനത്തെക്കുറിച്ച് നൽകുന്ന സൂചന അതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ സൂചന. അത് വരുന്ന സമയം കള്ളൻ രാത്രിയിൽ കടന്നു വരുന്നത് മുന്നറിയിപ്പ് തന്നുകൊണ്ടല്ല, അതുപോലെയാണ് യുഗാന്തം എന്ന് ഈശോ പഠിപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? മുന്നറിയിപ്പുകളില്ലാതെ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും യുഗാന്തം സംഭവിക്കുക. ലോകാവസാനം എന്ന ഒരു വാക്ക് വാസ്തവത്തിൽ കത്തോലിക്ക പ്രബോധനത്തിൻ്റെ ഒരു ഭാഗമല്ല. ലോകം അവസാനിക്കാതിരിക്കുമോ എന്നുള്ളതല്ല വിഷയം. യുഗാന്തം എന്നുള്ളതാണ്. അതായത് ഈശോയുടെ രണ്ടാം വരവ് ഈ യുഗത്തിൻ്റെ അന്ത്യം കുറിച്ച് പുതിയൊരു യുഗത്തിൻ്റെ തുടക്കം കുറിക്കും. അതുകൊണ്ടാണ് യുഗാന്തം എന്ന വാക്കാണ് പുതിയ നിയമം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ലോകാവസാനം എന്നൊരു വാക്ക് നമ്മൾ പൊതു ഭാഷയിൽ അങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലാതെ അതൊരു ദൈവശാസ്ത്രപരമായ പദമല്ല ലോകാവസാനം എന്ന് പറയും. മറിച്ച് യുഗാന്തം എന്നതാണ് അതിന് ശരിയായ വാക്ക്. അപ്പോൾ ഈ യുഗാന്തം ഉണ്ട് എന്നുള്ളത് വസ്തുത. രണ്ടാമത് അതിൻ്റെ സമയം
കൃത്യമായി ആർക്കും പ്രവചിക്കാനാവില്ല. മൂന്നാമതായി, ലോകാവസാനം അല്ലെങ്കിൽ യുഗാന്തം സംഭവിക്കുന്നതിന് മുൻപായി അരാജകത്വത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഭരണം സംഭവിക്കും കുറേ കാലത്തേക്ക്. അപ്പോൾ തിന്മ അതിശക്തമായി പെരുകുകയും വിശ്വാസികൾ ക്രൂരമായ മർദ്ദനങ്ങൾക്കും അപമാനങ്ങൾക്കും ഇരയായിത്തീരുകയും അനേകർ വിശ്വാസ വഴിയിൽ ഇടറിപ്പോവുകയും ചെയ്യുന്നു. അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് പറയുന്നത്. പല യുവജനങ്ങളും വിശ്വാസം നഷ്ടപ്പെട്ടവരായി തീർന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ കൂട്ടുകാർ തന്നെ പള്ളിയിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ KCYM പ്രവർത്തകരാണ്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു പുച്ഛം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങളവരെ കണ്ടിട്ടില്ലേ? യെസ്. അത് വാസ്തവത്തിൽ എന്താണ്? ഈ ദൈവീക സത്യങ്ങളോട് അവഹേളനപരമായ മനോഭാവം പുലർത്തുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുഗാന്തവുമായി ബന്ധപ്പെട്ടു വരും. അഞ്ചാമതായി യുഗാന്തത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന സത്യം എന്താണ്? ഈ തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവ്, എല്ലാറ്റിൻ്റെയും കർത്താവും അധിനാഥനുമായി ഈ ഭൂമിയിൽ കടന്നു വരും. ദൈവം വന്നു കഴിഞ്ഞാൽ പിന്നെ പിശാചിനോട് സ്ഥാനമില്ല. പിശാച് നിത്യമായി പരാജയപ്പെടുകയും ദൈവം എല്ലാവരിലും എല്ലാമായി തീരുകയും ചെയ്യുന്ന ഒരു അനുഭവം യുഗാന്തത്തിൽ സംഭവിക്കുന്നു. ആറാമതായി വചനം പറയുന്നത് എന്താണ്? അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കുമായും കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അവരുടെ ശരീരത്തോടെ അവർ ഉയർത്തെഴുന്നേൽക്കും. അതാണ് ആറാമത്തെ സത്യം. ഏഴാമതായി പറയുന്ന എന്താണ്? കർത്താവിനോടൊത്തായിരിക്കുന്നവർ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ആയിരിക്കും. അവിടെ മരണമുണ്ടാകില്ല, അവിടെ അവർക്ക് കണ്ണുനീരോ സങ്കടങ്ങളോ ഉണ്ടാവില്ല. അവരെപ്പോഴും ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് യുഗാന്തത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഈ 7 കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായ സൂചനകളോടെ നമ്മെ പഠിപ്പിക്കുന്നു. മരിയയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ യുവജനങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിച്ച ഏതാനും ചോദ്യങ്ങളും അതിനുള്ള വ്യക്തമായ ഉത്തരങ്ങളുമാണ് പിതാവ് നമുക്ക് പങ്കുവച്ച് തന്നത്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം എന്നാണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരു ആഗമനമുണ്ടോ? എന്തുകൊണ്ടാണ് അതിന് ഇത്രമാത്രം രഹസ്യാത്മകത? എന്താണ് യുഗാന്ത്യം? എന്നിവയെ പറ്റിയൊക്കെ വളരെ വ്യക്തമായി പിതാവ് ഈ എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞു തന്നു. വ്യക്തമായ പഠനം ഞങ്ങൾക്ക് പകർന്നു തന്ന അഭിവന്ദ്യ പിതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ക്രിയാത്മകമായിട്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച പ്രിയ യുവജനങ്ങൾക്കും നന്ദി. വീണ്ടും കുറേയധികം ചോദ്യങ്ങളും അവയ്ക്കുള്ള നല്ല ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി.